بكثرة العلم والمراقبة والخشية والزهد وعلو الهمة. ഇവരെ കുറിച്ച് ഒരുപക്ഷെ ഇവർ വിവരമില്ലാത്തവരാണ്. ത്വരീഖത്തുകാർ എന്ന് പറഞ്ഞാൽ അവർ ദിക്റിന്റെ ആളുകൾ, അവർ സ്വലാത്തിന്റെ ആളുകൾ. അവർക്ക് ഫിഖ് അറിയില്ലായിരിക്കാം, അവർക്ക് ഹദീസ് അറിയില്ലായിരിക്കാം. ഷെയ്ഖിന് ഫിഖ് അറിയില്ല, ഹദീസ് അറിയില്ല. അല്ലെങ്കിൽ മുരീദന്മാർക്ക് ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് വേണ്ട. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഫിഖ്ഹിലാണോ നമുക്ക് നോക്കാം, ഹദീസിലാണോ നമുക്ക് നോക്കാം, തവസ്സുലാണോ ഒന്ന് വിശദീകരിച്ചോളൂ, ഇസ്തിഗാസയാണോ വിശദീകരിച്ചോളൂ. ഏത് വിഷയത്തിലും നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ സന്നദ്ധനാണ്. ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ പറയുന്നത്, അല്ലാ ത്വരീഖത്തിന്റെ കാര്യത്തിൽ മാത്രമൊന്നല്ല. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുമ്പോ അങ്ങനെ വ്യക്തിപൂജ ചില പണ്ഡിത സഭയുടെ നേതാക്കളൊക്കെ പ്രചരിപ്പിക്കുകയാണ്. അത്ര ത്വരീഖത്തോ ഷെയ്ഖോ വ്യക്തിപൂജയാണ്. ഞാൻ പറയുന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആധികാരികമായി ഇതുപോലെ വന്ന് പ്രസംഗിക്ക്, നിനക്ക് വ്യക്തിപൂജ ഞാൻ പഠിപ്പിച്ചു തരും. എന്താ വ്യക്തിപൂജ എന്ന് അപ്പം നമുക്ക് നോക്കല്ലോ. ചില ആളുകൾക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മധ്യവർത്തികളില്ലാത്ത, വ്യക്തികളില്ലാത്ത, ഇടയാളന്മാരില്ലാത്ത, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം, നേർക്കുനേർ തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ഞാൻ കാണിച്ചേണ്ട, അടിമയും ഉടമയും വരട്ടെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വ്യക്തികളിലൂടെ, മധ്യവർത്തികളിലൂടെ, ഇടയാളന്മാരിലൂടെ മാത്രം രാജാതിരാജനായ റബ്ബിനെ സമീപിക്കാൻ കഴിയുന്ന മതമാണ് ഇസ്ലാം. മധ്യവർത്തികളുടെ മതമാണ്, മതം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ അല്ല എന്ന് പറ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു തന്റെ മകനോട് പറയുകയാണ്, അതുകൊണ്ട് മകനെ ഇവര് നമ്മെക്കാൾ ഇൽമധികരിച്ച ആളുകളാണ്, ഇൽമ കൂടുതലുള്ള ആളുകളാണ്, മുറാഖബ കൂടുതലുള്ള ആളുകളാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൂടുതലുള്ള ആളുകളാണ്, ഉന്നതമായ മനക്കരുത്തുള്ള ആളുകളാണ്. ഇവരുടെ പിന്നാലെയാണ് കൂടേണ്ടത്, ഇവര് പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്, ഇവരെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ഇതാണ് ശരിക്ക് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ത്വരീഖത്തുകാരനായിരുന്നു. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ത്വരീഖത്തുകാരനായിരുന്നു. രക്ഷ പ്രാപിക്കാൻ ഷെയ്ഖ് വേണം, ത്വരീഖത്ത് വേണം, ഇസ്ലാമികമാണ്, ഇസ്ലാമിക പാരമ്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതാണ്, സഹാബത്ത് അംഗീകരിച്ചതാണ്, എല്ലാവരും ഉൾക്കൊണ്ടതാണ്. ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, ത്വരീഖത്ത് നിർബന്ധമാണോ, ത്വരീഖത്ത് അത്യാവശ്യമാണോ, ത്വരീഖത്ത് സ്വീകരിച്ചില്ലെങ്കിൽ എന്താണ് ഞാൻ എന്റെ വകയൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഖാദിരി ചിശ്തി പറയുകയല്ല, ഇസ്ലാമിക ലോകത്തെ പാണ്ഡിത്യത്തിന്റെ ഉന്നതനായ വ്യക്തിത്വം, ഹുജ്ജത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഹുജ്ജത്ത്, ഇസ്ലാമിന്റെ ദൃഷ്ടാന്തം, ഇസ്ലാമിന്റെ തെളിവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്. ഗസ്സാലി ഇമാം ആരാ? ഗസ്സാലി ഇമാമിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കുതുബു ശാഫിഇയ്യത്തി ഇയാലുൻ അലാ കുതുബിൽ ഗസ്സാലി. ഷാഫിഈ മദ്ഹബിലെ സകല ഗ്രന്ഥങ്ങളും ഗസ്സാലി ഇമാമിന്റെ ഗ്രന്ഥങ്ങളുമായി കടപ്പെട്ട് കിടക്കുകയാണ്. അവലംബിച്ച് ഗസ്സാലി ഇമാമിന്റെ ഗ്രന്ഥം അവലംബിച്ച് രചിച്ച ഗ്രന്ഥങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഗസ്സാലി ഇമാമിനെ മാറ്റിവെച്ചാൽ പിന്നെ ഷാഫിഈ മദ്ഹബില്ല, ഷാഫിഈ മദ്ഹബിലെ മസ്അലകളില്ല, ഗ്രന്ഥങ്ങളില്ല, ചർച്ചകളില്ല. അതിന് മാത്രം ഉന്നതനായ ഇസ്ലാമിന്റെ ദൃഷ്ടാന്തം, ഇസ്ലാമിന്റെ നായകൻ, ഇസ്ലാമിന്റെ തെളിവ്, ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഏത് സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന ഭാഷയിൽ പറയുന്നു, വമൻ ലൈസ ലഹു ശൈഖുൻ ഫശൈത്വാനു ശൈഖുഹു. ഗസ്സാലി ഇമാം മാത്രമല്ല, മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. ഗസ്സാലി ഇമാം പറയുന്നു, വമൻ ലൈസ ലഹു ശൈഖുൻ ഫശൈത്വാനു ശൈഖുഹു. ആർക്കെങ്കിലും ശൈഖ് ഇല്ലെങ്കിൽ, ഒരാൾക്ക് ശൈഖ് ഇല്ലെങ്കിൽ പിന്നെ അവന്റെ ശൈഖ് ആരാണെന്നറിയുമോ? ഫശൈത്വാനു ശൈഖുഹു. അവന്റെ ശൈഖ് ശൈത്താനാണ്, അവന്റെ ശൈഖ് ശൈത്താനാണ്. ജീലാനി സ്റ്റഡി സെന്റർ പറയുകയല്ല, ശൈഖിനെ പറയുകയല്ല, അവിടുത്തെ ഖലീഫമാര് പറയുകയല്ല. ഇമാം ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഉണ്ടാകും, അവര് ഉസ്താദുമാര് കിതാബുകളിൽ ഈ ഉദ്ധരണി നിങ്ങൾക്ക് വായിച്ചു തരുമ്പോ, ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, വമൻ ലൈസ ലഹു ശൈഖുൻ
ഫശൈത്താനു ശൈഖുഹു, ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണ് എന്ന് പറയുമ്പോൾ ധൈര്യസമേതം നിങ്ങളൊന്ന് ഉസ്താദുമാരോട് ചോദിച്ചാൽ മതി, ഉസ്താദെ ഇത് ശരി തന്നെയാണോ? ആ ശരിയാണ്, ഗസാലി ഇമാം പറഞ്ഞതാണ്. എന്നാ പിന്നെ ഉസ്താദിന്റെ ഷെയ്ഖ് ആരാ? ഉസ്താദിന്റെ ഷെയ്ഖ് ആരാണ്? ഷെയ്ഖോ ത്വരീഖത്ത് അതൊന്നും വേണ്ടടാ. എന്നാ പിന്നെ ഉസ്താദിന്റെ ഷെയ്ഖാരാണ് ഗസാലി ഇമാം പറഞ്ഞിട്ട് എനിക്ക് ഷെയ്ഖ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ആ ഉസ്താദിന്റെ ഷെയ്ഖാരാണെന്ന്. പതുക്കെ കിതാബും പൂട്ടിയിട്ട് നല്ലൊരു ഉസ്താദിനെ അന്വേഷിച്ച് പോവുക. അല്ലാതെ ഈ ശൈത്താന്മാരും മുരീദന്മാരുടെ കൂടെ ഇരുന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ പറയുകയല്ല, ഷെയ്ഖ് ഇല്ലാത്തവന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണ്, അവൻ ഷെയ്ത്താന്റെ മുരീദാണ് എന്ന് പറഞ്ഞ് ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വമൻ മാത ബിഗൈരി ഷെയ്ഖിൻ ഫഖദ് മാത മീതത്തുൽ ജാഹിലിയ്യ. ഇനി അതിലേറെ എന്താ വേണ്ടത്? ഒരാള് ഷെയ്ഖ് ഇല്ലാതെ മരണപ്പെട്ടാൽ അവൻ ജാഹിലിയ്യ മരണമാണ്, അനിസ്ലാമിക മരണമാണ് അവൻ പ്രാപിച്ചത്, അവൻ മരിച്ചത് ജാഹിലിയ്യ മരണമാണ് അവൻ മരണപ്പെട്ടത്. ഗൗരവല്ലേ വിഷയം? ഗൗരവല്ലേ? എന്നിട്ട് ഈ പാവപ്പെട്ട സമൂഹത്തോട് കുറച്ച് ത്വരീഖത്തിന്റെ സാധുക്കളായ ആളുകൾ വന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ത്വരീഖത്ത് വേണം, ഷെയ്ഖ് വേണം. ഇതാ നമുക്കൊരു ഷെയ്ഖ്, ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിസ്തി, അതുകൊണ്ട് ഷെയ്ഖ് വേണം. ഇസ്ലാമികമായ രീതിയിൽ തൗഹീദിലായി മരിക്കാൻ, പുഞ്ചിരിയോടെ മരിക്കാൻ ഷെയ്ഖ് ആവശ്യമാണ് എന്ന് പറയുമ്പോ ഇപ്പുറത്തൊന്ന് പറയാ, ഷെയ്ഖ് വേണ്ട, ഞങ്ങളൊക്കെ ജാഹിലീങ്ങളായി മരിച്ചോളൂ, ജാഹിലിയ മരണം പ്രാപിച്ചോളൂ, അനിസ്ലാമിക മരണം പ്രാപിച്ചോളൂ. എന്തുമാത്രം ഗുരുതരമായ തെറ്റാ ഈ പണ്ഡിതന്മാർ ചെയ്യുന്നത് അല്ലേ? ഈ സമുദായത്തിന്റെ പണം വിഴുങ്ങി ഈ സമുദായത്തിന്റെ കയ്യിൽ നിന്ന് ഖുത്ബിയ്യത്തും മൗലൂദും റാത്തീബും കഴിച്ച് കൈമടക്ക് വാങ്ങി അത് കീശയിലിട്ട് ഈ സമുദായത്തെ ജാഹിലിയ മരണം പ്രാപിക്കാൻ പ്രാപ്തരാക്കുന്ന ഗുരുതരമായ തെറ്റല്ലേ നമ്മുടെ ഉസ്താദുമാർ ചെയ്യുന്നത്, നമ്മുടെ പണ്ഡിതന്മാർ ചെയ്യുന്നത്? ഇവർ അപകടകാരികളാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആലുവയിലെ ശൈഖും കൂട്ടരും പണ്ഡിതന്മാരെ എതിർക്കുകയാണ്. അല്ല പിന്നെ നിങ്ങൾ നല്ല ആളുകളാണെന്നാ പറയേണ്ടത്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാ ജാഹിലിയ മരണം പ്രാപിക്കുന്നത്. ജാഹിലിയ മരണം പ്രാപിക്കാൻ വേണ്ടി ഈ സമുദായത്തെ സന്നദ്ധരാക്കുമ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് പറയാ ഇസ്ലാമിക മരണം പ്രാപിക്കണം, അതിനൊരു വഴിയുണ്ട്. അതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏത് ഭാഷയിലാ പറയേണ്ടത്? ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിക്കും. ഞങ്ങൾ ഗസാലി ഇമാമിനെ അംഗീകരിക്കുന്നില്ല, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ അംഗീകരിക്കുന്നില്ല, റിഫായി ഷെയ്ഖിനെ അംഗീകരിക്കുന്നില്ല, നമ്മൾക്ക് റാത്തീബും വേണ്ട, ഖുത്ബിയ്യത്തും വേണ്ട, മൗലൂദും വേണ്ട, അങ്ങനെയാണ്ട് ഒരു പോക്ക് പോയി. അപ്പൊ നമുക്ക് വേറെ നോക്കാം, എന്നാലും വിടൂലട്ടോ. നിങ്ങൾ ഖുർആനാണോ? ഖുർആൻ വെച്ച് ത്വരീഖത്ത് സ്ഥാപിക്കും. ഫാത്തിഹ മാത്രമാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? അത് വെച്ച് ത്വരീഖത്ത് സ്ഥാപിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ പോകാതെ മാന്യതയാണ്. ഖുത്ബിയ്യത്ത് ഓതുക, റാത്തീബ് കഴിക്കുക, മുഹിയുദ്ദീമാല പാടുക, മൗലൂദ് ഓതുക, പണം വാങ്ങുക, മൗലൂദിൽ പറഞ്ഞ കാര്യങ്ങൾ മറച്ചു വെക്കുക, സാധാരണ ജനങ്ങളെ വഞ്ചിക്കുക. ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഷെയ്ഖ് ഇല്ലാത്തവന്റെ ഷെയ്ഖ് ശൈത്താനാണ്. വമൻ മാത ബിഗൈരി ഷെയ്ഖിൻ ഫഖദ് മാത മീതത്തുൽ ജാഹിലിയ്യ. ഷെയ്ഖ് ഇല്ലാതെയാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ അവൻ ജാഹിലിയ്യ മരണമാണ്, അനിസ്ലാമിക മരണമാണ് അവൻ പ്രാപിച്ചത്, അനിസ്ലാമിക രീതിയിലാണ് അവൻ മരിച്ചത്. മാത്രല്ല വേറൊരു ഇബാറത്തും കൂടി എന്റെ ഉസ്താദുമാർക്ക് വേണ്ടി, നിങ്ങൾ കിതാബ് നിങ്ങളെ കയ്യിലുണ്ടാവുമല്ലോ കിതാബ്, ആ കിതാബ് ഒന്ന് മറിച്ചു നോക്കുക, എന്നിട്ടൊന്ന് അർത്ഥം വെച്ച് നോക്കുക. അല്ലാതെ ഇത് കേൾക്കുമ്പോഴേക്കും മറുപടി ഏതാ മറ്റേ സാധനം ഉണ്ടോ, അവിടുന്ന് മറ്റേ ആള് വരുമോ, നമ്മളെ സംഘടനയുടെ മറ്റേ നേതാവ് നിങ്ങൾ വിളിച്ചു എന്ന് വിചാരിച്ച് ഭയപ്പെട്ടിട്ടല്ല. പക്ഷേ സംഘടനയുടെ നിങ്ങളുടെ നേതാവിന് ഫോൺ ചെയ്യുന്നതിന്റെ മുമ്പ് അറബി അറിയുന്ന, കിതാബ് തിരിയുന്ന ഉസ്താദുമാര് ചെയ്യേണ്ടത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെയും മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ അവരെ പോലെയുള്ള മഹാരഥന്മാരുടെ ഗ്രന്ഥങ്ങൾ ഒന്ന് പാരായണം ചെയ്യുക, പരിശോധിക്കുക. അതൊരു മാന്യതയല്ലേ? അതല്ലേ പാണ്ഡിത്യം? അതല്ലേ ഈ മഹാന്മാരോട് ചെയ്യുന്ന നീതി? ഇമാം ഷഅറാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖദ് അജ്മഅ ഉലമാഉ ശരീഅത്തി വൽ ഹഖീഖത്തി അലാ വുജൂബി മുജാഹദത്തിൻ നഫ്സിൽ ലബിയ്യത്തി അലാ യദി ശൈഖിൻ. ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, ത്വരീഖത്തിന്റെ ആളുകൾ ഷെയ്ഖ് വേണം എന്ന് പറയും, ശരീഅത്തിന്റെ ആളുകൾക്ക് ആ അഭിപ്രായമല്ല. ഉണ്ട്. ആരാ പറയുന്നത്? ത്വരീഖത്തിൽ ആധികാരികമായി വർത്തമാനം പറയാൻ, സംസാരിക്കാൻ യോഗ്യതയുള്ള പണ്ഡിത ലോകത്ത് സർവംഗീകൃതനായ ഇമാം ഷഅറാനി റളിയല്ലാഹു തആല അൻഹു. ഷഅറാനി ഇമാമല്ലേ പറയേണ്ടത്?
ഷഅറാനി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ് അജ്മഅ ഉലമാഉ ശരീഅത്തി വൽ ഹഖീഖത്തി, ശരീഅത്തിന്റെയും ഹഖീഖത്തിന്റെയും പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു, അവര് ഒന്നായി പ്രഖ്യാപിച്ചിരിക്കുന്നു, അവർക്കിടയിൽ ഇജ്മാ ഉണ്ട്, അവർ അംഗീകരിച്ച കാര്യമാണ്, ഒന്നിച്ചംഗീകരിച്ച കാര്യമാണ്. ഒരു ശരീഅത്തിന്റെ പണ്ഡിതൻ പറഞ്ഞു എന്നല്ല പറയുന്നത്, ഉലമാഉ ശരീഅ, ഉലമാഉ ശരീഅ, ശരീഅത്തിന്റെ പണ്ഡിതന്മാരും ഹഖീഖത്തിന്റെ പണ്ഡിതന്മാരും ഒന്നിച്ചംഗീകരിച്ചിട്ടുണ്ട്. എന്ത്? അലാ വുജൂബി മുജാഹദത്തിൻ നഫ്സിൽ അബിയ്യതി അലാ യദി ശൈഖിൻ, വഴങ്ങാത്ത അല്ലാഹുവിങ്കലേക്ക് യാത്ര ചെയ്യാൻ തടസ്സം നിൽക്കുന്ന ശരീരത്തോട് ഒരു ശൈഖിന്റെ കരങ്ങളിലൂടെ ജിഹാദ് ചെയ്യൽ, മുജാഹദത്തുൻ നഫ്സ് അനിവാര്യമാണ്. സ്വന്തം മുജാഹദ നടത്തണമെന്നല്ല പറയുന്നത്, ഒരു ശൈഖിന്റെ കരങ്ങളിലൂടെ മുജാഹദ ചെയ്യൽ അനിവാര്യമാണ്. അത് വേണം. അതല്ലേ ചിലപ്പോ നമ്മളെ ഹസ്രത്ത് വന്നിട്ട് പറയും, അതല്ലേ ഞാൻ പറയുന്നത്, മുജാഹദയിലും മുറാഖബയിലും മുകാശഫയിലും ഒക്കെ ശൈഖ് വേണം. എന്തിനാ ഷഅറാനി ഇമാം റളിയല്ലാഹു തആല എന്ന് പറയുന്നു, വിശദീകരിച്ച് പറഞ്ഞ് അവസാനം ഷഅറാനി ഇമാം പറയുന്നു, വതൻഖാദ ഇലാ ഫിഇലിൽ അവാമിരി ശർഇയ്യതി അലൽ വജ്ഹിൽ മഅ്മൂരി ബിഹി ശർഅൻ, ശർഅ് ഏത് രീതിയിലാണോ ശർഅ് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്, ശർഅ് ഏത് രീതിയിലാണോ ശരീഅത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്, ആ രീതിയിൽ ശരീഅത്ത് അംഗീകരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ നിന്റെ നഫ്സ് യോഗ്യത നേടണമെങ്കിൽ ഒരു ശൈഖ് അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ ശരീഅത്ത് നിർദ്ദേശിച്ച രീതിയിൽ നിന്റെ നിസ്കാരം നിർവഹിക്കാൻ ശൈഖ് ആവശ്യമാണ്. ശരീഅത്ത് നിർദ്ദേശിച്ച രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ ശൈഖ് അനിവാര്യമാണ്. ശരീഅത്ത് കൽപ്പിച്ച രീതിയിൽ സകാത്ത് കൊടുക്കാൻ ശൈഖ് അനിവാര്യമാണ്. അല്ലാതെ മുജാഹദയിലും മുകാശഫയിലും എത്തുമ്പോൾ മാത്രം ശൈഖ് പോരാ. ആരെ പറഞ്ഞത്? ത്വരീഖത്തിന്റെ പണ്ഡിതന്മാർ മാത്രമാണോ? അല്ല, ശരീഅത്തിന്റെയും ഹഖീഖത്തിന്റെയും പണ്ഡിതന്മാർ ഒന്നിച്ച് പറഞ്ഞതാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തിയാണോ? അവിടുത്തെ ഖലീഫമാരാണോ? അല്ല, ത്വരീഖത്ത് പറയാൻ 100% അർഹതയുള്ള ഇമാം ഷഅറാനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളാ പറഞ്ഞത്. പോരെ? അതുകൊണ്ട് ത്വരീഖത്ത് നിർബന്ധമാണ്, ത്വരീഖത്ത് ആവശ്യമാണ്, ത്വരീഖത്ത് അനിവാര്യമാണ്, അത് ഇസ്ലാമിന്റെ ഭാഗമാണ്, ആവശ്യം. അതുകൊണ്ട് ത്വരീഖത്ത് വേണം. ഇനി ത്വരീഖത്ത് ഇസ്ലാമികാണ് എന്ന് പറയുമ്പോൾ പിന്നെ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മളതൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ. എന്നെ അംഗീകരിക്കാൻ തുടങ്ങിയത്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിച്ചു എന്ന രേഖയും കയ്യിലുണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും കുടുങ്ങി, അംഗീകരിച്ചില്ലെങ്കിലും കുടുങ്ങി. അതാ നിങ്ങളെ അവസ്ഥ. അംഗീകരിച്ചു എന്നാണോ പറയുന്നത്? നിങ്ങൾ മുമ്പ് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. നിങ്ങളിത് അംഗീകരിക്കുന്നില്ല എന്നാണോ പറയുന്നത്? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പണ്ട് ഒരു മൊല്ലാക്ക പറഞ്ഞല്ലോ, ഒരു മൊല്ലാക്കനോട് ഭ്രാന്തം പറഞ്ഞു. മൊല്ലാക്ക ഇങ്ങനെ പള്ളിക്കാട്ടിൽ ഖബറിന്റെ അടുത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. രാത്രി ഭ്രാന്തൻ മൊല്ലാക്കാനെ സമീപിച്ചു. ഒരു കത്തിയൊക്കെ കയ്യിൽ പിടിച്ച് മൊല്ലാക്കാനോട് പറഞ്ഞു, മുണ്ടരുത്, സംസാരിക്കരുത്. മലപ്പുറം ഭാഷയിൽ മുണ്ടരുത് എന്ന് പറയും. സംസാരിക്കരുത്, സംസാരിച്ച കുത്തും. മൊല്ലാക്ക ഇങ്ങനെ മുണ്ടാതെ സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുക. ഉടനെ ഭ്രാന്തം, സംസാരിച്ചില്ലെങ്കിലും കുത്തും, സംസാരിച്ചാലും കുത്തും, മുണ്ടിയാലും കുത്തും, മുണ്ടിയിട്ടില്ലെങ്കിലും കുത്തും. നിങ്ങൾ ത്വരീഖത്ത് ഉണ്ട് എന്ന് പറഞ്ഞാലും കുത്തും, ത്വരീഖത്ത് ഇല്ല എന്ന് പറഞ്ഞാലും കുത്തും. ഞങ്ങളുടെ കയ്യിൽ രണ്ടും രേഖയുണ്ട്. അതാ രസം. ഞങ്ങൾ മുമ്പ് അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്ന വസ്തുതകളാണ്. എന്നെ നിങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയത്? ഇനി ഇൻഷാ അല്ലാഹ് അംഗീകരിച്ചു എന്ന് സങ്കല്പിക്കുക. അംഗീകരിച്ചു എന്ന് സങ്കല്പിക്കുക. പിന്നെന്താ പറയുന്നത്? ഇന്നില്ല, ത്വരീഖത്ത് മുറിഞ്ഞു, മുറബിയായ ശൈഖന്മാരുടെ കാലം കഴിഞ്ഞു, തെർബിയത്ത് അവസാനിച്ചു. ഇന്നില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നേ മുറിഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിന് കിതാബ് ഓതേണ്ട ആവശ്യമില്ല, ഖുർആൻ ഓതേണ്ട ആവശ്യമില്ല. സാമാന്യം ബുദ്ധിയുള്ള, വിവരമുള്ള,
തലച്ചോറിന്റെ ഉള്ളിൽ ബുദ്ധിയുടെ വല്ല അംശവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ